പലതും നമ്മൾ ടി വിയിൽ കാണാറുണ്ട്. പക്ഷെ നമ്മൾക്കൊരു ഇത് വരുമ്പോഴല്ലേ നമുക്കതിൻ്റെ ഇത് മനസ്സിലാവും. എന്നാലും എനിക്ക് എന്ത് പറയാം, കേരളത്തിൽ നിന്ന് ഇവന്മാരെ അടിച്ചു ഓടിക്കണം, അതാണ് അല്ലാണ്ട് വേറെ ഇതിനൊരു പ്രതിവിധി അല്ല. പല സംഭവങ്ങൾ ഇതിനനുസരിച്ച് ഇവിടെ നടന്നിട്ടുള്ളൂ. ഇതുവരെ ഇതിനൊന്നും പ്രതികരിക്കാതിരുന്നിട്ടാണ് ഇതുപോലുള്ള കാര്യങ്ങൾ. ഒരു ടിറ്റിക്കിന്റെ ജീവന് എന്ത് വിലയാ ഉള്ളത്? അത് ആലോചിച്ച് നോക്കും നിങ്ങൾ. പോലീസും കാര്യങ്ങളൊക്കെ അതിൻ്റെ ഉള്ളിലുണ്ട്, പക്ഷെ ഒരു ടിറ്റിയുടെ വില ഇതിനെ ഒരു വിലയും ഇല്ല. എല്ലാവിധ സഹായങ്ങളും എല്ലാവർക്കും ചെയ്യുന്നതായിരുന്നു എൻ്റെ ആങ്ങള. എന്നിട്ട് അവന് ഈ ഗതി വരുമോന്ന് ആലോചിച്ച് നോക്കി. നല്ല വണ്ണവും പൊക്കവും ഉള്ള ഒരാള് ഈ ഇവന്മാരുടെ ഈ ക്രൂരതയ്ക്ക് ഇരയായി എന്ന് പറയുമ്പോ നമുക്ക് എന്താ പറയാൻ പറ്റുന്നത്? ഞങ്ങളുടെ കുടുംബത്തിന് ആളില്ലാണ്ടായി. ഇവരെ എല്ലാം ഇവിടെ നടന്ന് പ്രോത്സാഹിപ്പിച്ച് ഇതുപോലുള്ള ഓരോരോ അപകടങ്ങൾ മറ്റുള്ളവർക്കും നമുക്ക് വന്നപ്പോൾ നമുക്ക് അതിന്റെ ബുദ്ധിമുട്ട് മനസ്സിലായി. ഇതുപോലെയല്ലേ ഓരോ സംഭവങ്ങളും നടന്നുകൊണ്ടിരിക്കും. ഇതിനെതിരായിട്ട് നിങ്ങൾ മീഡിയക്കാരും എല്ലാം ശക്തമായിട്ട് പ്രതികരിക്കുക. എനിക്കത് മാത്രമേ പറയാനുള്ളൂ. അവന് കള്ളൻ തന്നെയാണ്, അല്ലെങ്കിൽ ഇങ്ങനെ ചെയ്യോ? കള്ളനായോണ്ട് തന്നെയല്ലേ. എന്താ റെയിൽവേയുടെ ഇതിന് വേണ്ടിയിട്ടാണ് എൻ്റെ ആങ്ങളെ പ്രവർത്തിച്ചത്. പക്ഷെ കിട്ടിയ സമ്പാദ്യം എന്തായിരുന്നു ഒന്ന് ആലോചിച്ച് നോക്ക്. സ്വന്തം ജീവൻ കൊടുക്കേണ്ട വന്നു അവന്. ആ ജീവന് എൻ്റെ അമ്മയുടെ ഈ വിളി നിങ്ങൾ കേട്ടില്ലേ? ആരാ ഇനി എൻ്റെ അമ്മയ്ക്കുള്ള ആശ്രയം? ആലോചിച്ച് നോക്ക്. ഈ തീറ്റിമാർക്ക് എന്തായാലും നിങ്ങൾ അതിനൊരു ഇതിനൊരു കരുതലുണ്ടായില്ലെങ്കിൽ ഇനി പല പല ആൾക്കാർക്ക് ഇതുപോലുള്ള ഇതും വേദനകളും ഒക്കെ ഉണ്ടാകാനായിട്ടുള്ള ഇടയുണ്ട്. നിങ്ങൾ അതിനെതിരായിട്ട് പ്രതികരിക്കുക. എനിക്ക് ഇത്രേ പറയാനുള്ളൂ. അമ്മ ഇതറിഞ്ഞിട്ടില്ലേ? അമ്മയുടെ ആക്സിഡന്റ്